മീശോട്ടാ അല്ല മീൻ വെട്ടിക്കൊണ്ടിരിക്കുവോ? മീശോട്ടാണോ ചോദിച്ചത്? പണ്ട് അച്ഛന് കുറ്റിത്താടിയായിരുന്നു അല്ലേ അച്ഛാ? അല്ലടാ ക്ലീൻ ഷേവായിരുന്നു. ഞാൻ താടി വെച്ചിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. പണ്ട് മുംബൈയിലായിരുന്ന സമയത്ത് ബോംബെ ആയിരുന്ന സമയത്ത് കുറ്റിത്താടിയായിരുന്ന. ഏയ് എനിക്ക് ഈ മുംബൈ കുറ്റിത്താടിയൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടേ? അല്ല ഞാൻ ചോദിച്ചേ ആയിരുന്നാന്ന് ചോദിച്ചേ. എനിക്ക് കുറ്റിത്താടിയായിരുന്നു. താജ്മഹൽ പോയിട്ടുണ്ടോ അച്ഛാ? താജ്മഹൽ അല്ല എന്താ നിന്റെ പ്രശ്നം എന്താ? താജ്മഹൽ പോയിട്ടുണ്ടാന്ന് ചോദിച്ചേ. പിള്ളേരെ താജ്മഹലിൽ കാണിക്കാൻ കൊണ്ടുപോകാന്ന് ഇങ്ങനെ ഒരു ആലോചന ചോദിച്ചേ. ഈ പിള്ളേരെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകണം. അത് എൻ്റെ അടുത്തൊന്നും പറഞ്ഞെന്തേ? मैंने कभी नहीं ताजमहल देखा है. ഞാനും താജ്മഹൽ കണ്ടിട്ടൊന്നുമില്ല. आप गया तो आपके साथ आ सकता है. ഞാനും താജ്മഹൽ കണ്ടിട്ടൊന്നുമില്ല കേട്ടാ. അച്ഛനോട് കൊണ്ടുവരുന്നു. നന്നായി. പിന്നെ നമ്മുടെ അച്ഛനമ്മ വിളിക്കുന്നു. ചെല്ലേ നിന്നെ അതാ വിളിക്കുന്നത്. അച്ഛൻ ഇപ്പൊ വരാം മക്കളെ. അല്ല അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ. അച്ഛൻ ഇപ്പൊ വരാം അല്ലേ? ചെല്ലടാ. അച്ഛൻ നമ്മുടെ പേരിൽ സ്വന്തമായിട്ട് ഇങ്ങനെ രാജുവൊക്കെ വേണമായിരുന്നു അല്ലേ? നമ്മുടെ പേരിലേ മക്കളുടെ അടുത്തല്ല അച്ഛൻ്റെ അടുത്ത് പേരിൽ സ്വന്തമായിട്ട് രാജുവൊക്കെ വേണമായിരുന്നു അല്ലേ? നിനക്ക് ശരിക്കും എന്താണ് പറ്റി? വട്ടായോ? അല്ല നമ്മുടെ പേരിൽ രാജുവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ വിമാനങ്ങളൊക്കെ ഇങ്ങനെ പറത്തായിരുന്നു. ഫ്ലൈറ്റ് നമ്മുടെ പേര് വിമാനോ? അപ്പം മക്കളെ പേരാണെങ്കിൽ ശംഭു എയർലൈൻസ്, ആമി എയർലൈൻസ് അങ്ങനെ അല്ലേ അച്ഛാ? കൊള്ളാം. അച്ഛാ അമ്മ വിളിക്കുന്ന അച്ഛനെ. എടാ ചെല്ലടാ അവിടെ നിന്ന് സീന് വഷളാക്കാതെ. ചെല്ല് ഞാൻ ഇപ്പൊ വരാം. അയ്യോ ഇപ്പൊ വരണ്ട, അതുവഴിയൊക്കെ പോയാ മതി കേട്ടാ. അല്ല അച്ഛനെന്ത് പറ്റി? എന്റെ അച്ഛനെ ഏതോ പശുവോട്ടി കിളി മൊത്തം പോയിരിക്കുവാ. അച്ഛൻ നിങ്ങളെ താജ്മഹൽ കാണാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. ബെസ്റ്റ്. ഇവിടെ അടുത്ത് സയൻസ് എക്സിബിഷൻ നടന്ന അവിടെ കൊണ്ടുപോകാത്ത അച്ഛനാണ് താജ്മഹൽ കൊണ്ടുപോകണം. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞ? അല്ല എങ്ങനെയോ പറഞ്ഞ. ഒന്നും പറഞ്ഞില്ല. നീ ചെല്ല് പോ. അല്ല അപ്പൂപ്പനാറ്റോ ഇനി നമ്മളെ താജ്മഹൽ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വി ആർ റെഡി. അപ്പൂപ്പൻ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾ റെഡി ആവണ്ട. ചെല്ല് മക്കള് ചെല്ല്. ഓടാ പഠിക്കേ. പഠിക്കുക തന്നെ. കഞ്ഞിവെള്ളത്തിനാണെങ്കിൽ അരി ഇടുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അതല്ല പിള്ളേര് നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നോ? പിള്ളേരോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലേ? അല്ല എന്റെ അടുത്ത് വന്നിട്ടേ അറ്റവും മൂലം ഇല്ലാതെ എന്തോതൊക്കെ പറഞ്ഞു. ആര്? ഉത്തമ. അല്ല അവനാര്? അവൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? താജ്മഹൽ എന്നാ കുറ്റിത്താടിന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ആശയും സുമയും പൈങ്കിളി ഇപ്പൊ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞോളൂ. ആണല്ലേ? പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ നീ പിന്നെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞതാ. അത് മാറ്റർ ഇതാന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ. നമ്മുടെ അടുത്ത് രണ്ടുപേരെടുത്തും അങ്ങനെ പറഞ്ഞോങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. അല്ല നിന്റെ അടുത്ത് അവരെന്തോന്ന് വന്ന് പറഞ്ഞത്? കുറ്റിത്താടിന്നും താജ്മഹലിന്നും പിന്നെ എന്താണ് ഫ്ലൈറ്റിലിരുന്ന എന്തോ ഫ്ലൈറ്റിന്റെ കാര്യം. ഫ്ലൈറ്റിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. സ്വന്തമായിട്ട് രാജ്യം ഉണ്ടെങ്കിൽ എന്നാ എയർ സർവീസ് നടത്താം അങ്ങനെ എന്താന്നൊക്കെ പറഞ്ഞു കേട്ട്. ആ പിങ്കി പോയി ആ പെട്ടി തുറന്നു കാണും കേട്ടോ. ഏത് പെട്ടി? ആ മുകളിലിരിക്കുന്ന മച്ചിന്റെ പുറത്തിരിക്കുന്ന പെട്ടിയില്ലേ, അത് തുറന്നു കാണും. എടാ ആ പെട്ടി ഈ താജ്മഹലും തമ്മിലൊക്കെ എന്തോ ബന്ധം? നിങ്ങൾ എത്ര ബോധം ഇല്ലാതായല്ലോ. ഞാൻ നിങ്ങൾക്ക് പണ്ട് എഴുതിയ ലവ് ലെറ്റർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ആ പെട്ടിക്കകത്താ സൂക്ഷിച്ചേ. ഇപ്പൊ ആരാ ബോധമില്ലാതെ പ്രവർത്തിച്ചത്? എടി അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അന്നേരത്തെ നിങ്ങൾ വലിച്ചേരി കളയണ്ടേ? നിങ്ങൾക്കല്ലേ ഞാൻ അയച്ചത്, നിങ്ങൾക്ക് കീറി കളയാമല്ലായിരുന്നോ? കഷ്ടപ്പെട്ട് എഴുതുകയല്ലേ. പിന്നെ അച്ഛാ കുഞ്ഞുണ്ണി എയർലൈൻസ് ഏത് എയർപോർട്ടിലെ ചലാറ്റിയാണ്? നീ കൂടുതൽ വിളച്ചിലെടുക്കല എന്റെ അടുത്ത് കേട്ടല്ല. ആ കത്തിങ് തന്നെ അമ്മ മൊത്തം വായിച്ചു കഴിഞ്ഞില്ലമ്മേ. അത് വായിക്കണ്ടേ നീ? അയ്യോ നമ്മുടെ ഹണിമൂണിന് നമ്മൾ പോയ മഞ്ഞുമലയുടെ കീഴെ ഇനിയും നമുക്ക് പോകണം. മലയുടെ താഴെയുള്ള തൊപ്പിക്കാരൻ അപ്പൂപ്പന്റെ കടയിലെ ചൂട് കാപ്പി പരസ്പരം ചേർന്നിരുന്ന് നമുക്ക് കുടിക്കാം. അച്ഛാ മധുരമുള്ള കാപ്പിയാണോ മധുരം ഇല്ലാത്ത കാപ്പിയാണോ? അല്ല മഞ്ഞിന്റെ താഴെയല്ലേ ചേട്ടാ, മധുരം ഉണ്ടാവും. മധുരമുള്ളൊരു കാപ്പി, മധുരമിടാ ചായ. മധുരമിടാ ചായ. ഇവനൊക്കെ പ്രേമലേഖനം എഴുതുന്ന ആലോചിച്ചോക്കി. അതെന്താണ് എനിക്ക് പ്രേമലേഖനം എഴുതിയ കുഴപ്പം? നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളുടെ ഒരു കത്ത് എന്റെ ഇരിപ്പുണ്ട്. അതിനകത്ത് മലയൊന്നും അല്ല. വരാൻ സാധ്യതയുണ്ടോ? ഞാൻ എഴുതിയതാണ്, നീ എഴുതിയതാണ്. ഞാൻ വേറെ ആർക്കും എഴുതിയതാന്ന് എനിക്ക് തോന്നുന്നു.